പാകിസ്ഥാൻ സൈനിക മേധാവി ഇറാനിലേക്ക് അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ചർച്ചകൾ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് എത്തുന്നത്. ഇറാൻ പാക് ബന്ധം ശക്തമാക്കാനുള്ള നീക്കമെന്നും വിശദീകരണം. പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറാണ് ഇറാനിലെത്തുന്നത്. ഇറാൻ ചർച്ചകൾ പുനരാരംഭിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് സന്ദർശനം. മുനീറിന്റെ ഇറാൻ സന്ദർശനം പാകിസ്ഥാൻ വൃത്തങ്ങളും സ്ഥിരീകരിച്ചു. ട്രംപിന്റെ മുന്നറിയിപ്പുകൾ, പാകിസ്ഥാൻ, തുർക്കി, സൗദി അറേബ്യ കരാർ വന്നതിനു ശേഷമുള്ള സാഹചര്യം, ഇറാനിയൻ നേതാക്കളുമായി ഹൂതികൾക്കുള്ള പ്രശ്നങ്ങൾ എന്നിവയും ചർച്ചയാവും. ഇറാനെതിരെ വീണ്ടും ഉപരോധങ്ങൾ ഏർപ്പെടുത്താനുള്ള പദ്ധതിയും തിരിച്ചടിക്കുമെന്ന് ഇറാന്റെ മറുപടിയും ആശങ്ക സൃഷ്ടിച്ചിരിക്കുകയാണ്. അതിനിടയിലാണ് പാകിസ്ഥാൻ സൈനിക മേധാവിയുടെ ഇറാൻ സന്ദർശനം. അതേസമയം സൗദി അറേബ്യ, തുർക്കി, പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങൾ രൂപം നൽകിയ സൈനിക കൂട്ടായ്മയിൽ ചേരാൻ ഇറാനും ഔദ്യോഗിക ക്ഷണം ലഭിച്ചതായാണ് റിപ്പോർട്ട്. ഇറാനും ഇറാന്റെ പ്രോക്സികളും സൗദിയെ ലക്ഷ്യമിടുന്നത് തുടരുമ്പോഴാണ് സഖ്യത്തിലേക്ക് ഇറാനെ ക്ഷണിച്ചത്. സൗദി കിരീടാവകാശി, തുർക്കി പ്രസിഡന്റ്, പാകിസ്ഥാൻ പ്രധാനമന്ത്രി എന്നിവർ ചേർന്നാണ് മക്കയിൽ വെച്ച് ചരിത്രപ്രധാനമായ കരാർ ഒപ്പിട്ടത്. ഇതിലെ വ്യവസ്ഥ അനുസരിച്ച് സഖ്യത്തിലെ ഒരു അംഗരാജ്യത്തിന് നേരെയുണ്ടാകുന്ന സായുധ ആക്രമണം മുഴുവൻ അംഗങ്ങൾക്കും നേരെയുള്ള ആക്രമണമായി കണക്കാക്കും. ഇന്റർനാഷണൽ ഡെസ്ക്, സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.